വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. സോ ഇന്നത്തെ ഡെയിലി ക്യൂസിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഇതായിരുന്നു. നമുക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഫോർ നോമിനൽ മിക്സ് കോൺക്രീറ്റ് M20 ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ 50 kg ഓഫ് സിമെൻറ്റ് ഈസ്. നമ്മുടെ കോൺക്രീറ്റ് ടെക്നോളജിയിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഫോർ നോമിനൽ മിക്സ് കോൺക്രീറ്റ് M20 ദ റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ഫോർ 50 kg ഓഫ് സിമെൻറ്റ്. സോ ഡിഫറെൻറ്റ് ഗ്രേഡിലുള്ള വാട്ടർ റിക്വയർഡ് എത്രയാണെന്ന് നമുക്ക് PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. സോ ഇവിടെ നോമിനൽ മിക്സ് ആണ്. ആസ് പെർ IS 456 പറയുന്നത് M20 അല്ലെങ്കിൽ അതിൽ ബിലോ വരുന്ന ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിനെയാണ് നമ്മൾ നോമിനൽ മിക്സ് എന്ന് പറയുന്നത്. അതിൽ മുകളിലോട്ടുള്ളതെല്ലാം നമ്മൾ ഡിസൈൻ മിക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ ഫോർ 50 kg ഓഫ് സിമെൻറ്റ് ഫോർ M20 ഗ്രേഡ് കോൺക്രീറ്റിന് എത്ര ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വേണം എന്നുള്ളത് നമ്മുടെ IS 456 ടേബിൾ 9 ഓൾറെഡി പറയുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാം പ്രപ്പോർഷൻസ് ഓഫ് നോമിനൽ മിക്സ് കോൺക്രീറ്റ്. അതിനകത്ത് ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റ് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് M5, M7.5, M10, M15 ആൻഡ് M20. ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് പറയുന്നുണ്ട്. M5 കറസ്പോണ്ടിങ് 60, 7.5 ആണെങ്കിൽ 45, 10 ആണെങ്കിൽ 34, 15 ആണെങ്കിൽ 32, 20 ആണെങ്കിൽ 30. ഓക്കെ, സോ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്ന ഇതാണ്. M20 കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ ആണ്. ദാറ്റ് ഈസ് 30 ലിറ്റർ ആണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ D ആണ്. ഓക്കെ, സോ ഇതുപോലെ തന്നെ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമാണ് ഇതിൻ്റെ മിക്സ് പ്രപ്പോർഷൻ. ഡിഫറെൻറ്റ് ഗ്രേഡ് ഓഫ് കോൺക്രീറ്റിന് ഡിഫറെൻറ്റ് മിക്സ് പ്രപ്പോർഷൻ ആണ്. സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. M5 1:5:10 ആണ്. M7.5 1:4:8. M10 1:3:6. M15 1:2:4 ആൻഡ് M20 1:1.5:3. M25 1:1:2. ഓക്കെ, ഇത് പഠിക്കാൻ വളരെ സിമ്പിളാണ്. M5 ആദ്യം പഠിച്ചു വെക്കുക. ദാറ്റ് ഈസ് സിമെൻറ്റ്സ് ആൻഡ് അഗ്രിഗേറ്റ് തമ്മിലുള്ള റേഷ്യോ 1:5:10. അതുപോലെ തന്നെ ഓരോ താഴെ വരുമ്പോഴത്തേക്കും ഇവിടെ വരുമ്പോഴത്തേക്കും അത് 4 ആകും, പിന്നെ 3 ആകും, 2 1.5 ദെൻ 1. ഇത് അഗ്രിഗേറ്റിൻ്റെ റേഷ്യോ എല്ലാം ഡബിൾ ആക്കും. മീൻസ് സാൻഡിൻ്റെ ഡബിൾ ആയിരിക്കും വരിക. ദാറ്റ് ഈസ് ഇവിടെ 10, 5:10, 4:8, 3:6, 2:4 ആൻഡ് 1.5:3, 1:2. സോ ആ ഒരു രീതിയിൽ നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും. നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് ക്വസ്റ്റ്യൻ. എ പോയിന്റ് P ഈസ് 3 cm above HP and 2 cm behind VP. Which of the following statement is true? A point P is 3 cm above HP and 2 cm behind VP. Which of the following statement is true? So ഇത് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രൊജക്ഷൻസ് പഠിക്കാനുണ്ട്. പോയിന്റ്സിൻ്റെ പ്രൊജക്ഷൻസ് ഉണ്ട്, അതുപോലെ തന്നെ പ്ലെയിൻസിൻ്റെ പ്രൊജക്ഷൻസ് ഉണ്ട്, സോളിഡ്സിൻ്റെ പ്രൊജക്ഷൻസ് ഉണ്ട്, ലൈൻസിൻ്റെ പ്രൊജക്ഷൻസ് ഉണ്ട്. ഓക്കെ, സോ ഇത് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് എന്നുള്ളത് നോക്കാം. സോ നമ്മൾ പ്രൊജക്ഷൻസ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 4 ഡിഫറെൻറ്റ് ക്വാഡ്രൻസിലായിട്ടാണ്. സോ ഇവിടെ നിങ്ങൾക്ക് ഫിഗറിനകത്ത് കാണാൻ പറ്റും. നമുക്ക് 4 ക്വാഡ്രൻ്റ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ക്വാഡ്രൻറ്റ്, സെക്കൻഡ് ക്വാഡ്രൻറ്റ്, തേർഡ് ക്വാഡ്രൻറ്റ് ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റ്. ഓക്കെ, സോ നമുക്ക് ഓരോ പോയിന്റും ഏത് ക്വാഡ്രൻറ്റിലാണ് വരുന്നതെന്നുള്ള ബേസിസിലാണ് നമ്മൾ അതിൻ്റെ പ്ലാനും എലിവേഷനും എല്ലാം പറയുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വാഡ്രൻറ്റ് നോക്കാം. സപ്പോസ് നമ്മൾ പറയുവാണ് നമ്മുടെ പോയിന്റ് P എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, P എന്ന് പറയുന്ന പോയിന്റ് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ്. അപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാവുമ്പം നമുക്കറിയാം അതിനെ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, സോ ഇത് നമ്മുടെ വെർട്ടിക്കൽ പ്ലെയിൻ ആണ്, ഇത് HP ദാറ്റ് ഈസ് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ് അല്ലേ. ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ, ഇതാണ് നമ്മുടെ ഈ റെഡ് കളറുള്ള ഈ XY ആണ് നമ്മുടെ ലൈൻ. അതിന് നമ്മൾ റെഫറൻസ് ലൈൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ പോയിന്റ് ഇപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മളതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പം അതിൻ്റെ എലിവേഷൻ നമുക്ക് എപ്പോഴും പോയിന്റ്സിൻ്റെ കേസിൽ നമുക്ക് എലിവേഷൻ എപ്പോഴും നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിലാണ് കിട്ടുന്നത്, പ്ലാൻ നമുക്ക് HP-യിലുമാണ് കിട്ടുന്നത്. ഓക്കെ, സോ ഇതിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ എലിവേഷൻ നമുക്ക് VP-യിൽ കിട്ടും, അതുപോലെ പ്ലാൻ നമുക്ക് എവിടെ കിട്ടും, HP-യിൽ കിട്ടും. സോ എലിവേഷനെ ഞാൻ P' എന്ന് റെപ്രസെൻറ്റ് ചെയ്തു, അതുപോലെ തന്നെ പ്ലാനിനെ P എന്നാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനൊരു റൂൾ ഉണ്ട്. ദാറ്റ് ഈസ് HP-യെ നമ്മൾ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. HP-യെ
ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ എന്താണ്, നമ്മൾ ഇതിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിക്കേ. റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, നമ്മുടെ ഇതാണ് നമ്മുടെ റെഫറൻസ് ലൈൻ എങ്കിൽ അതിൻ്റെ മുകളിൽ, റെഫറൻസ് ലൈന് മുകളിൽ എന്ത് കിട്ടും, നമുക്ക് എലിവേഷൻ പി ഡാഷ് എന്നൊരു പോയിന്റ് കിട്ടും. റെഫറൻസ് ലൈന് താഴെ ഈ ഒരു പി എന്ന് പറയുന്ന പോയിന്റിനെയാണ് ഞാൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്ത്. അപ്പം നമുക്ക് പി എന്ന് പറയുന്ന പോയിന്റ് എവിടെ കിട്ടും, ഈ ഒരു റെഫറൻസ് ലൈന് താഴെയായിട്ട് കിട്ടും അല്ലേ. സോ പി എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ കിട്ടും. അതാണ് നമ്മുടെ എലിവേഷനും പ്ലാനും. ഫസ്റ്റ് ക്വാഡ്രന്റിലാണ് പോയിന്റ് എങ്കിൽ അതിൻ്റെ എലിവേഷനും പ്ലാനും ഇതാണ്. സോ ഒന്നുകൂടെ ഒന്ന് വൃത്തിയാക്കി വരയ്ക്കാം. ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വാഡ്രന്റ്. ഇവിടാണ് നമ്മുടെ പോയിന്റ് പി ഇരിക്കുന്നത്. സോ ഇതിൻ്റെ എലിവേഷൻ പി ഡാഷ് ഇവിടെയാണ്. പ്ലാൻ നമുക്ക് താഴെ എച്ച് പിയിൽ കിട്ടും. അതിനെ ഞാൻ ക്ലോക്ക് വൈസിൽ പ്രൊജക്റ്റ് ചെയ്യുമ്പം എനിക്ക് പ്ലാൻ ബിലോ ദ റെഫറൻസ് ലൈൻ പി കിട്ടും. സോ അപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എക്സ് വൈ ലൈനാണ് റെഫറൻസ് ലൈൻ. അതിൻ്റെ മുകളിൽ എക്സ് വൈ ലൈനിൻ്റെ മുകളിൽ എലിവേഷനും ദാറ്റ് ഈസ് താഴെ പ്ലാൻ പി യു ആണ് കിട്ടുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ് ക്വാഡ്രന്റിൽ നമ്മുടെ പോയിന്റ് വന്നാലുള്ള പ്ലാൻ ആൻഡ് എലിവേഷൻ. അത് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, ഇനി സെക്കൻഡ് നമുക്ക് നോക്കാം. ഇൻ കേസ് നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിലാണ്. ഇവിടാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നത്, പി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ പി ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എലിവേഷൻ എവിടെയാണ് വരിക, ദാറ്റ് ഈസ് പി ഡാഷ് ഇൻ വി പി. ദെൻ അതിൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് ഇവിടെ കിട്ടും അല്ലേ, എച്ച് പിയിൽ കിട്ടും, ദാറ്റ് ഈസ് പി. ഇതിനെ ഞാൻ എച്ച് പിയെ ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യണം അല്ലേ. എച്ച് പിയെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ പ്ലാൻ എവിടെ കിട്ടും, പി എന്ന് പറയുന്നത് എബവ് ദ റെഫറൻസ് ലൈൻ കിട്ടും. ഓക്കെ, സോ എബവ് ദ റെഫറൻസ് ഇൻ സെക്കൻഡ് ക്വാഡ്രന്റിലാണ് നമ്മുടെ പോയിന്റ് ഇരിക്കുന്നതെങ്കിൽ എനിക്ക് എബവ് ദ റെഫറൻസ് ലൈൻ ആണ് എലിവേഷനും അതുപോലെ തന്നെ പ്ലാനും കിട്ടുന്നത്, പി ഡാഷ് ആൻഡ് പി. ഓക്കെ, അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി സപ്പോസ് എൻ്റെ പോയിന്റ് ഇൻ തേർഡ് ക്വാഡ്രന്റിലാണ്, ഇവിടെയാണ് പോയിന്റ് പി ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പം എലിവേഷൻ എവിടെ കിട്ടും, എനിക്ക് വി പിയിൽ കിട്ടും അല്ലേ, പി ഡാഷ് കിട്ടും. അതുപോലെ തന്നെ എനിക്ക് പ്ലാൻ എവിടെ കിട്ടും, പി ഇൻ എച്ച് പി കിട്ടും. ഇതിനെ ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുവാണെങ്കിൽ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് പി എബവ് ദ റെഫറൻസ് ലൈൻ ആണ് വരുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ നിന്നും മനസ്സിലാവും എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് തേർഡ് ക്വാഡ്രന്റിലാണ് പോയിന്റ് പി വരുന്നതെങ്കിൽ പ്ലാൻ എന്ന് പറയുന്നത് എബവ് ദ റെഫറൻസ് ലൈൻ പി ആണ് ആൻഡ് എലിവേഷൻ ഈസ് ബിലോ ദ റെഫറൻസ് ലൈൻ ദാറ്റ് ഈസ് പി ഡാഷ് ആണ്. ഓക്കെ, സോ ഇതും മനസ്സിലാക്കി വെക്കാം. ഇനി ലാസ്റ്റ് വൺ, സപ്പോസ് എൻ്റെ പോയിന്റ് എന്ന് പറയുന്നത് പി ദാറ്റ് ഈസ് ഇൻ ഫോർത്ത് ക്വാഡ്രന്റിലാണെങ്കിൽ അതിനെ ഞാൻ പ്രൊജക്റ്റ് ചെയ്യുമ്പം എൻ്റെ എലിവേഷൻ എനിക്ക് കിട്ടുന്നത് വി പിയിൽ ദാറ്റ് ഈസ് പി ഡാഷ് ആണ്. പ്ലാൻ എന്ന് പറയുന്നത് പി ഇൻ എച്ച് പി. ഓക്കെ, സോ ഇതിനെ ഞാൻ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുകയാണ്. ഇതിനെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എൻ്റെ പ്ലാൻ എവിടെ കിട്ടും, പി ദാറ്റ് ഈസ് ഇവിടെ കിട്ടും, ബിലോ ദ റെഫറൻസ് ലൈൻ കിട്ടും അല്ലേ. സോ എനിക്ക് പറയാം എൻ്റെ പ്ലാനും എലിവേഷനും ബിലോ ദ റെഫറൻസ് ലൈൻ ആണെന്ന് പറയാം. ഓക്കെ, പി ആൻഡ് പി ഡാഷ് ഇസ് ബിലോ ദ റെഫറൻസ് ലൈൻ. ഇതാണ് നമുക്ക് പ്രൊജക്ഷൻ ഓഫ് പോയിൻറ്റ്സിൻ്റെ 4 ക്വാഡ്രൻറ്റിലുള്ള പ്രൊജക്ഷൻസ് പഠിക്കാനുള്ളത്. സോ അത് ഡിഫറെൻറ്റ് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക. ചിലപ്പം ഫസ്റ്റ് ക്വാഡ്രൻറ്റ് ഇപ്പം പോയിന്റ് ഈസ് 3 cm എബോവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഇനി ബിഹൈൻഡ് വി പി, എബവ് എച്ച് പി, അങ്ങനെ പല രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരും. സോ അതും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യും, ഇൻ ഫ്രണ്ട് ആണോ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, സോ ഇവിടെ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എബവ് എച്ച് പി നോക്കാം. ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എബവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, എബവ് എച്ച് പി, പോയിന്റ് ഈസ് എബവ് എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പിക്ക് ഇൻ ഫ്രണ്ട് ആണ് അല്ലേ. ഇനി സെക്കൻഡ് ക്വാഡ്രൻ്റ് ആകുമ്പം എബവ് എച്ച് പി ആണ് ബട്ട് ബിഹൈൻഡ് വി പി ആണ് അല്ലേ, ബിഹൈൻഡ് വി പി ആണ്. അത് നോട്ട് ചെയ്ത് വെക്കാം. ഇനി തേർഡ് ക്വാഡ്രൻ്റ് വരുമ്പോഴത്തേക്കും ബിലോ എച്ച് പി ആൻഡ് ബിഹൈൻഡ് വി പി. ഇനി ഫോർത്ത് ക്വാഡ്രൻ്റ് വരുമ്പോഴോ ബിലോ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി.
സോ ഈ 4 കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഫസ്റ്റ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എബവ് എച്ച് പി ഇൻ ഫ്രണ്ട് ഓഫ് വി പി, സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ എബവ് എച്ച് പി ബിഹൈൻഡ് വി പി, തേർഡ് ക്വാഡ്രൻ്റ് ആണെങ്കിൽ ബിലോ എച്ച് പി ബിഹൈൻഡ് വി പി, ഫോർത്ത് ക്വാഡ്രൻ്റിലാണ് പോയിന്റ് എങ്കിൽ ബിലോ എച്ച് പി ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വി പി. ഓക്കെ, സോ ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എ പോയിന്റ് ഈസ് 3 cm എബവ് എച്ച് പി ആൻഡ് 2 cm ബിഹൈൻഡ് വി പി. സോ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ആദ്യം ഇത് ഏത് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത് നോട്ട് ചെയ്യാം. സോ നമുക്കിവിടെ പറയാം, ഇത് 1, 2, 3, 4 4 ക്വാഡ്രൻ്റ് ആണ്. പോയിന്റ് പി എന്ന് പറഞ്ഞാൽ 3 cm എബവ് എച്ച് പി ആണ് അല്ലേ. ഇവിടാണ് നമ്മുടെ 3 cm എബവ് എച്ച് പി, ഇതാണ് എച്ച് പി എന്ന് പറയുന്നത്, ഇത് വി പി ആണ്. സോ 3 cm മുകളിലും ബിഹൈൻഡ് ആണെങ്കിൽ അത് എവിടെ വരും? സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ വരും. ഓക്കെ, സോ നമ്മുടെ പോയിന്റ് പി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഓക്കെ, പോയിന്റ് പി ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻ്റ് ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിൻ്റെ എലിവേഷൻ, സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണെങ്കിൽ നമ്മൾ പറഞ്ഞു അതിൻ്റെ എലിവേഷൻ എവിടെയാണ് വരുന്നത്? എലിവേഷൻ ഈസ് എബവ് ദ എക്സ് വൈ ലൈൻ ആണ് അല്ലേ. സോ ഇതിനെ ഞാൻ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ എനിക്കിതിൻ്റെ എലിവേഷൻ പി ഡാഷ് ഇവിടെ കിട്ടും, ഇൻ വി പി കിട്ടും. പ്ലാൻ എന്ന് പറയുന്നത് എനിക്ക് എച്ച് പിയിൽ പി കിട്ടും. ഇനി പ്ലാൻ ഓഫ് ദ പോയിന്റ് ഈസ് എബോവ് എക്സ് വൈ ലൈൻ, ശരിയാണോ? ഞാൻ എച്ച് പിയെ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എനിക്ക് പ്ലാൻ എവിടെ കിട്ടും? ഇവിടെ കിട്ടും. സോ എൻ്റെ എലിവേഷനും പ്ലാനും എബവ് ദ റെഫറൻസ് ലൈൻ ആണെന്ന് മനസ്സിലായി. സോ ആ 2 സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ് അല്ലേ. ഇനി പോയിന്റ് ഈസ് ഇൻ ദ സെക്കൻഡ് ആംഗിൾ, പോയിന്റ് സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണോ? അതെ, പോയിന്റ് പി ഈസ് ഇൻ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ്. ഓൾ ദ എബോ. സോ നമ്മുടെ ആൻസർ ഇവിടെ എന്ന് പറഞ്ഞാൽ ഓൾ ദ എബോ ആണ്. സോ പ്രൊജക്ഷൻ ഓഫ് പോയിന്റ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇത് നിങ്ങൾ നോക്കുക ഓരോ ക്വാഡ്രൻറ്റിലും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, സോ നമുക്കിനി തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. തേർഡ് ക്വസ്റ്റ്യൻ സർവേയിങ് ആൻഡ് ലെവലിംഗ് നിന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഇതാണ്, ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ബിറ്റ്വീൻ 2 എൻഡ് പോയിന്റ്സ് വിച്ച് ആർ നോട്ട് ഇൻ്റർവിസിബിൾ വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തിയോഡലൈറ്റ് ഈസ് കോൾഡ്. ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ്, നമുക്കറിയാം അല്ലേ, ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? സപ്പോസ് എനിക്ക് ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്, ഇവിടെ ഒരു സ്റ്റേഷനുണ്ട്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് മൂന്നാമത് ഒരു പോയിന്റ് ഫിക്സ് ചെയ്യണം, പി എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഫിക്സ് ചെയ്യണമെങ്കിൽ ആ ഫിക്സ് ചെയ്യുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? റേഞ്ചിങ് എന്ന് പറയും, റേഞ്ചിങ്. ഓക്കെ, സോ അത് തന്നെ നമുക്ക് 2 എൻഡ് പോയിന്റ്സ് വിസിബിൾ ആണെങ്കിൽ, മ്യൂച്വലി വിസിബിൾ ആണെങ്കിൽ, ഇൻ്റർവിസിബിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് വിളിക്കും. ഇനി അഥവാ അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും ഹില്ലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല അല്ലേ, നോട്ട് ഇൻ്റർവിസിബിൾ ആണ്. സോ അങ്ങനെ നമ്മൾ ചെയ്യുന്ന റേഞ്ചിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? ഇൻഡയറക്റ്റ് റേഞ്ചിങ്, അല്ലെങ്കിൽ നമ്മളതിനെ റെസിപ്രോക്കൽ റേഞ്ചിങ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഇൻഡയറക്റ്റ് റേഞ്ചിങ് ആണ്, അതിനകത്ത് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു റേഞ്ചിങ് ആണ് റെസിപ്രോക്കൽ റേഞ്ചിങ് എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ അത് ചോദിച്ചേക്കുന്ന ഇതാണ്, ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് between 2 end points which are not intervisible with the help of a theodolite. പോയിന്റ്സ് നോട്ട് ഇൻ്റർവിസിബിൾ ആണ്, ബട്ട് നമ്മൾ ആ ഇൻ്റർമീഡിയറ്റ് പോയിന്റ് സെറ്റ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തിയോഡലൈറ്റ് ആണെങ്കിൽ, ക്വസ്റ്റ്യൻ നോക്കുക, വിത്ത് ദ ഹെൽപ്പ് ഓഫ് എ തിയോഡലൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് ഇൻ. ഓക്കെ, ബാലൻസിങ് ഇൻ. ഇനി ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ബിറ്റ്വീൻ 2 എൻഡ് പോയിന്റ് വിച്ച് ആർ ഇൻ്റർവിസിബിൾ ആണെങ്കിൽ, നമുക്ക് കാണാൻ പറ്റുന്നതാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈനിങ് ഇൻ. ഓക്കെ, ലൈനിങ് ഇൻ. സോ ഈ 2 ക്വസ്റ്റ്യൻസ്, ഈ 2 ലൈനിങ്ങിനും ബാലൻസിങ്ങിനും എന്താണെന്ന് മനസ്സിലാക്കി വെക്കുക. ഒരു തിയോഡലൈറ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ ഇൻ്റർമീഡിയറ്റ് വെൻ 2 പോയിന്റ്സ് ആർ നോട്ട് ഇൻ്റർവിസിബിൾ ആണെങ്കിൽ നമ്മൾക്ക് അതിനെ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് പറയും അല്ലേ, സോറി ഇൻഡയറക്റ്റ് റേഞ്ചിങ് എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ആ ഇൻഡയറക്റ്റ് റേഞ്ചിങ് നമ്മൾ യൂസിങ് തിയോഡലൈറ്റ് ആണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബാലൻസിങ് ഇൻ. ദെൻ ഇനി എൻഡ് പോയിന്റ്സ് വിസിബിൾ ആണെങ്കിൽ നമ്മൾ അതിനെ ഡയറക്റ്റ് റേഞ്ചിങ് എന്ന് വിളിക്കും. ഇനി ആ ഡയറക്റ്റ് റേഞ്ചിങ് യൂസിങ് തിയോഡലൈറ്റ് ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ലൈനിങ് ഇൻ എന്ന് പറഞ്ഞാൽ. റേഞ്ചിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദ പ്രോസസ് ഓഫ് ഫിക്സിങ് ദ ഇൻ്റർമീഡിയറ്റ് പോയിന്റ്സ് ആണ് റേഞ്ചിങ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റാൻഡം ലൈൻ എന്ന് പറഞ്ഞാലും ഒരു
ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യുന്ന ഒരു പ്രോസസ്സ് തന്നെയാണ്. മീൻസ് എപ്പോഴാണോ 2 പോയിന്റ്സ് നോട്ട് ഇൻറ്റർവിസിബിൾ ആവുന്ന കേസിൽ തന്നെ ഇൻ്റർമീഡിയറ്റ് പോയിന്റ് ഫിക്സ് ചെയ്യുന്ന വേറൊരു മെത്തേഡാണ് റാൻഡം ലൈൻ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ബാലൻസിങ് ഇന്നും ലൈനിങ് ഇന്നും തിയോഡലൈറ്റ് യൂസ് ചെയ്ത് ചെയ്യുന്ന 2 മെത്തേഡുകളാണ്. അതിൽ ബാലൻസിങ് ഇൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ആൻ ഇൻഡയറക്റ്റ് റേഞ്ചിങ് യൂസിങ് തിയോഡലൈറ്റ്, ആൻഡ് ലൈനിങ് ഇൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ ഡയറക്റ്റ് റേഞ്ചിങ് യൂസിങ് തിയോഡലൈറ്റ് ആണ്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഇന്നത്തെ 3 ക്വസ്റ്റ്യൻസ്. സോ എല്ലാവർക്കും എക്സ്പ്ലനേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. സോ ഓക്കെ, താങ്ക് യു.